ഹലോ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ഇൻട്രാഡേ ലെവൽസ് ആണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചാർട്ട് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഹവർലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മേജറായിട്ടുള്ള സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും ഏതാണെന്ന് നമുക്ക് നോക്കാം. കറൻ്റ്ലി മിഡ് ക്യാപ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 12,107 ലെവൽസിലാണ്. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ സപ്പോർട്ട് സോൺ 1 വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 12,000 11,947 ലെവൽസാണ് നമ്മുടെ സപ്പോർട്ട് സോണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആ സപ്പോർട്ട് സോൺ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ടുവേർഡ്സ് റെസിസ്റ്റൻസ് സോൺ 1ലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് സോൺ 1 എന്ന് പറയുമ്പോൾ 12,206 to 12,177 ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് സോണും 2 സോണും 3 ടാർഗറ്റ് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നാളെ കണ്ടറിയാം 12,000 ആണോ 12,400 ആണോ എത്തണേന്ന് നമുക്ക് നാളെ കണ്ടറിയാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസുകളൊന്നും കൂടി നോക്കാം. മണ്ടേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഹവർലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ 23,500 ഓൾറെഡി എത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിലുള്ള നല്ല സപ്പോർട്ട് സോണുകളാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിഫ്റ്റി 23,500 സപ്പോർട്ട് സോൺ എടുത്ത് റെസിസ്റ്റൻസ് സോൺ 1 റെസിസ്റ്റൻസ് സോൺ 2ലേക്ക് എത്തുകയില്ലെന്ന് നമുക്ക് കാണാം. റെസിസ്റ്റൻസ് സോൺ 1 എന്ന് പറയുന്നത് 23,814 to 23,843 ലെവൽസാണ്. അത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. ഇനിയിപ്പോൾ നിഫ്റ്റി 23,500 സപ്പോർട്ട് സോൺ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് സോൺ 2ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് സോൺ 2 ഇപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഫാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ഒരു മാർക്കറ്റ് ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമുക്ക് സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യോ അതോ ഫർദർ ഫാളിലേക്ക് പോവോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ കണ്ടറിയാം. എല്ലാ ലെവൽസും നമ്മുടെ ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രമാണ് ട്രേഡിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ലാസ്റ്റ് വീഡിയോ ഞങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയി കാണുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.